ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പഴയൊരു PVC പൈപ്പിൻ്റെ ചെറിയൊരു കഷ്ണം കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് സ്റ്റാൻഡിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഈ ഒരു ചെറിയ പീസ് PVC പൈപ്പ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഒരു വർക്ക് ചെയ്തിട്ട് ബാക്കിയായി വന്നൊരു പീസാണ്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ തോന്നിയതാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു അടപ്പാണ് എടുക്കുന്നത്. ഇതൊരു ബിസ്ക്കറ്റും പാത്രത്തിൻ്റെ അടപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാത്രമൊക്കെ പോയി ഈ ഒരു മൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു PVC പൈപ്പിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇനാമൽ പെയിൻ്റ് ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനാമൽ പെയിൻറ്റ് ഇങ്ങനെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഇനാമൽ പെയിൻറ്റ് PVC പൈപ്പിനൊക്കെ അടിക്കുമ്പോൾ അക്രിലിക് പെയിൻറ്റിനേക്കാളും കുറച്ച് തിളക്കം കിട്ടും. അപ്പം കുറച്ചൊരു അട്രാക്ഷൻ തോന്നും കേട്ടോ നമുക്ക്. ഇപ്പോൾ ഇതാ PVC പൈപ്പിന് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെക്കാം. ഇത് ഞാനിവിടെ എടുക്കുന്നത് ഇതുപോലെയുള്ള കുറച്ച് ചൂടിക്കയറാണ്. അപ്പോൾ അതിവിടെ എടുക്കുന്നത് ഈ ഒരു അടപ്പിന് കുറച്ച് ഡെക്കറേഷൻ കൊടുക്കാനാണ്. അപ്പോൾ ഈ കയറ് ഈ ഒരു അടപ്പുമേ മൊത്തമായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹോട്ട് ഗ്ലൂ ആണ്. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചൂടിക്കയറില്ലെങ്കിൽ ജൂട്ട് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാ ഈ ഒരു അടപ്പ് മൊത്തമായിട്ട് ഞാൻ കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഞാൻ കയറ് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുള്ളൂ. മറ്റേ ഭാഗം ബ്ലാങ്കാക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പെയിൻ്റ് അടിച്ച് വെച്ച ആ PVC പൈപ്പ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുമേ ചെറിയൊരു ഡെക്കറേഷൻ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതേക്കാളും കുറച്ച് ഭംഗി ഉണ്ടാകും അങ്ങനെ കാണാൻ. അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ ഞാനിവിടെ ചൂടിക്കയർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും കുറച്ച് കയർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതാ ഈ ഒരു സൈഡിൽ ഞാൻ കയർ ഇങ്ങനെയാണ് കേട്ടോ ചുറ്റിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് കയർ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ PVC പൈപ്പും ആ ഒരു അടപ്പും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഞാനായൊരു PVC പൈപ്പ് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഈ ഒരു അടപ്പ് ഈ ഒരു സ്റ്റൈലിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് നമുക്ക് ടീപ്പോയി അതുപോലെ ഡൈനിങ് ടേബിൾ, സ്റ്റഡി ടേബിളും ഒക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്രക്കും സിമ്പിളും ആണ്. പിന്നെ ഒരു ചെറിയ സ്റ്റാൻഡാണല്ലോ, എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കുകയും ചെയ്യാം. പിന്നെ ഏത് ടൈപ്പ് പ്ലാന്റ്സ് വേണമെങ്കിലും ഇതുമേ സെറ്റ് ചെയ്തെടുക്കാം. ഈ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഇതിലും കുറച്ച് ഭംഗി കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് സ്റ്റാൻഡാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.